ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കണ്ണൂർ ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് ജെല്ലിയാണ്. അതിനുവേണ്ടി ഞാൻ നേരത്തെ ചൈന ഗ്രാസ് കുതിർത്തി വെച്ചിരുന്നു. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും അതേപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും. അപ്പോൾ ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് മുഴുവനായും മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 2 ബൗളിലേക്ക് ചൈന ഗ്രാസിൻ്റെ ഈ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബൗളിൽ റോസ് ഫുഡ് കളറും ഒരു ബൗളിൽ ഗ്രീൻ ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് 2 ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി കിട്ടും. നമുക്ക് ആവശ്യമായിട്ടുള്ളത് കസ്കസ് ആണ്. 1 ടീസ്പൂൺ കസ്കസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കുതിർത്തി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കസ്റ്റേർഡ് പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും കെട്ടാൻ പാടില്ല. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലൊഴിച്ചതിന് ശേഷമാണ് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തത്. നമുക്കിത് നന്നായി കുറുക്കിയെടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. നേരത്തെ ആ കസ്റ്റേർഡ് മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മധുരം ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളയൊക്കെ വരുന്നുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച ജെല്ലിയാണ്. നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ കസ്റ്റേർഡ് മിക്സിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ജെല്ലി ഇട്ട് കൊടുക്കാം. രണ്ട് കളർ ജെല്ലി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച കസ്കസ് ആണിത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ബദാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. കുടിക്കുമ്പോഴും അതേ ടേസ്റ്റ് തന്നെയാണുള്ളത്. നമുക്കിത് സെർവ് ചെയ്യാം. അവസാനമായി ഇതിലേക്ക് കുറച്ച് പിസ്ത ചേർത്ത് കൊടുക്കാം. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.